ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സിദ്ധാർത്ഥിനെയും ദിവ്യയും കൂട്ടി വീട്ടിലേക്ക് വന്ന നിധി എല്ലാവരെയും പരിചയപ്പെടുത്തിയതിനു ശേഷം വീടെല്ലാം കാണിക്കുകയാണ്. ദിവ്യ ചോദിക്കുന്നു, അപ്പോ ഇവരെല്ലാം നിന്റെ കസിൻ ബ്രദേഴ്സ് ആണോ? അപ്പൊ നിധി പറയുന്നു, അതെ, സുധീഷും സുഭാഷേട്ടനും അടക്കം 4 പേരും കസിൻ ബ്രദേഴ്സാ. ഇത് കേട്ട് സുധീഷ് നിധി എന്ന് വിളിക്കുമ്പോൾ ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ് നികേഷും ഹരീഷും സുഭാഷും. നമുക്ക് അവിടൊക്കെ പോയി കാണാന്ന് പറഞ്ഞ നിധിയെ സിദ്ധാർത്ഥിനെയും ദിവ്യയും കൂടി അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷും അവരുടെ പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ, നിധി പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കസിനാണെന്ന്. ഈ സമയം നിധി ഉറക്കെ സുഭാഷേട്ടാന്ന് വിളിക്കുകയാണ്. ഞാൻ ഇപ്പൊ വരാടാന്ന് പറഞ്ഞ സുഭാഷ് അവരുടെ പിന്നാലെ പോകുന്നു. ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ചിരിക്കരുത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. ഹരീഷും നികേഷും പിന്നാലെ പോകുന്നു. തുടർന്ന് ആ വീടിനെ കുറിച്ച് സംസാരിക്കുകയാണ് നിധിയും സിദ്ധാർത്ഥും. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് സുധീഷ്. സിദ്ധാർത്ഥ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് കാണിക്കുന്നു. തുടർന്ന് സിദ്ധാർത്ഥ് പറയുന്നു, ഓക്കെ ബ്രോ, അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. അങ്ങനെ സിദ്ധാർത്ഥ് സുഭാഷിന് കൈ കൊടുക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. സിദ്ധാർത്ഥ് പറയുന്നു, അയ്യോ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ കുറച്ചു നാളായിട്ട് ചോറ് കഴിക്കാറില്ല, വേറൊരു ദിവസം വന്ന് നിങ്ങളുടെ ഒപ്പം ഇരുന്ന ഭക്ഷണം കഴിക്കാം. താങ്ക് യു എന്ന് പറഞ്ഞ് നിധിയെയും ദിവ്യയെയും കൂട്ടി സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. അവർ കാറിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് കാറിന്റെ അരികിലേക്ക് ചെന്ന് പിന്നിടത്തെ ഡോറ് നിധിക്ക് തുറന്നു കൊടുക്കുകയാണ്. അരികിലേക്ക് വന്ന സിദ്ധാർത്ഥ് നിധിക്ക് മുന്നിടത്തെ ഡോറും തുറന്നു കൊടുക്കുന്നു. നിധി മുൻ സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ ദിവ്യ പിൻ സീറ്റിലേക്കും കയറിയിരിക്കുകയാണ്. പുഞ്ചിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി സിദ്ധാർത്ഥന്റെയും ദിവ്യയുടെയും ഒപ്പം ഓഫീസിലേക്ക് പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഒരുത്തൻ ഇവിടെ വന്നില്ലേ, ആ സിദ്ധാർത്ഥ്, അവന് വേറെ ജോലിയൊന്നുമില്ലേ? ഓഫീസിലിരുന്ന് ജോലി ചെയ്താ പോരെ, അവൻ എന്തിനാ വീട് കാണണമെന്ന് പറഞ്ഞ് നിധിയുടെ ഒപ്പം ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടാ, വീടിന് ഡിസൈൻ ചെയ്യുന്നതല്ലേ അവരുടെ ജോലി, നമ്മുടെ വീട് പഴയ വീടായതുകൊണ്ട് അതിന്റെ ഡിസൈൻ ഒക്കെ കാണാൻ വേണ്ടി വന്നല്ലേ, അതിലെന്താ? നികേഷ് ചോദിക്കുന്നു. സുധീഷ് ചേട്ടന് അയാളെ കണ്ടപ്പോൾ അസൂയ തോന്നിയല്ലേ, അയാൾ സ്മാർട്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ സുധീഷ് പറയുക, അവൻ സ്മാർട്ട് ആണോ? കണ്ടേച്ചാലും മതി, ഞാൻ എന്താ സ്മാർട്ട് അല്ലേ? സുഭാഷ് ഏട്ടൻ പറ, ഞാൻ സ്മാർട്ട് അല്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, നിനക്കെന്താ കുറവ്? നികേഷ് പറയുകയാണ്, ഏട്ടത്തി അയാളോട് സംസാരിക്കുന്നത് കണ്ടിട്ട് സുധീഷ് ഏട്ടന് അസൂയ തോന്നി, അതിന്റെ ദേഷ്യം നമ്മളോട് തീർക്കാൻ ശ്രമിക്കുക. സുഭാഷ് പറയുന്നു, നിധി ജോലി ചെയ്യുന്ന കമ്പനിയുടെ MD ആണ് അയാള്, നിധി അയാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ നിധിയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ആ MD യെ കുറിച്ചാ പറഞ്ഞത്. അവൾ ഇന്ന് അയാളോട് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കസിൻ ബ്രദർ ആണെന്ന്. ഞാൻ അവിടെ കസിൻ ആണോ? നിധിയുടെ ആരാ ഞാൻ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തിയുടെ ഹസ്ബൻഡ് ആണ്. സുധീഷ് ചോദിക്കണ, അറിയാലോ, പിന്നെന്താ ഞാൻ അവളുടെ കസിൻ ആണെന്ന് പറഞ്ഞ്? എല്ലാവരുടെ അടുത്തും അവള് ഞാൻ ഹസ്ബൻഡ് ആണെന്നല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം മാത്രം അവൾ എന്താ കസിൻ എന്ന് പറഞ്ഞ്? അയാളുടെ മുന്നിൽ വെച്ച് അവൾ എന്തുകൊണ്ടാ ഞാൻ കസിൻ ആണെന്ന് പറഞ്ഞത്? ഞാൻ അവളുടെ കസിൻ അല്ലല്ലോ, ഹസ്ബൻഡ് അല്ലേ. നിധി അത് എങ്ങനെ പറയുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ നിധിയെ സപ്പോർട്ട് ചെയ്യണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ, നിധിയെ സംബന്ധിച്ച് ഇത് ശരിക്കും നടന്ന കല്യാണമല്ല, ആ സാഹചര്യത്തിൽ നടന്നുപോയ ഒരു കല്യാണം, വേറെ വഴിയില്ലാതെ ഇവിടെ താമസിക്കുന്നു. ഇതൊക്കെ ആ കുട്ടി എങ്ങനാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയുന്നേ? എന്റെ കല്യാണം കഴിഞ്ഞതാ, ഇതെന്റെ ഭർത്താവാ, ഇതെന്റെ ഭർത്താവിന്റെ ചേട്ടനോ അനുജന്മാരോ, പുറത്തിരിക്കുന്നത് അമ്മായി അച്ഛനാണെന്നൊക്കെ എങ്ങനെ പറയും? അപ്പൊ സുധീഷ് പറയണ, മറ്റുള്ളവരോടെല്ലാം അവള് ഞാൻ ഹസ്ബൻഡ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു, അതൊക്കെ നമുക്കറിയാവുന്നവരോട് നമുക്ക് വേണ്ടി പറയുന്നതാണ്, അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാ അതൊക്കെ പറയുക? അപ്പൊ സുധീഷ് പറയണ, ഞാൻ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞ അവളുടെ നാവ് കൊണ്ട് തന്നെ അവള് പറയും ഇതെന്റെ ഭർത്താവാണെന്ന്, ഞാൻ പറയിപ്പിക്കും. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നീ എന്തിനാണ് ചിരിക്കുന്നത്? അങ്ങനെ സുധീഷ് നികേഷിന്റെ നേരെ വരുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് ഹരീഷ് പറയുകയാണ്, അവന്റെ ദേഹത്ത് കൈവച്ച വിവരം അറിയും, 6 മാസത്തിനുള്ളിൽ അവള് ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞിരിക്കും, ഞാൻ അവളുടെ ഹസ്ബൻഡ് ആണ്, താലി കിട്ടിയ ഭർത്താവ്, അത് അവള് തന്നെ പറയും, മാറി നിൽക്കടാന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സുധീഷ് അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് പറയുന്നു, ഇങ്ങനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുധീഷ് ഏട്ടന് വട്ടുപിടിക്കും. ഇത് കേട്ട് സുഭാഷും നികേഷും ചിരിക്കുമ്പോൾ ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. തുടർന്ന് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്ന നീതു തന്റെ ഇഷ്ടങ്ങളൊന്നും വീട്ടുകാരെ നോക്കില്ല, ചേട്ടന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കൂന്നൊക്കെ ഹരീഷിനോട് പറയുകയാണ്. ചേട്ടൻ എന്ത് ഇഷ്ടമാണെങ്കിലും അമ്മ അത് അപ്പ വെച്ച് കൊടുക്കും, എനിക്ക് മാത്രം തരില്ല, ആണുങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന, ഞാൻ അത് സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ആ വഴി ഓട്ടോയിൽ വന്ന നീതുവിന്റെ അച്ഛൻ കാണുകയാണ് ഹരീഷും നീതുവും കൂടി സംസാരിച്ചിരിക്കുന്നത്. ദേഷ്യത്തോടു കൂടി അരികിലേക്ക് വന്ന് നീതുവിന്റെ അച്ഛൻ ചോദിക്കുന്നു, നീതു, നീ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ നീതു പറയുകയാണ്, അത് വണ്ടി സർവീസ് ചെയ്യാൻ വന്നതാ. ടെൻഷനോടുകൂടി ഹരീഷോട് എഴുന്നേൽക്കുകയാണ്. ചുറ്റും നോക്കി നീതുവിന്റെ അച്ഛൻ ചോദിക്കുന്നു, വണ്ടി എവിടെ? അപ്പൊ നീതു പറയുകയാണ്, വണ്ടി സർവീസ് ചെയ്യാനാ വന്നത്, പക്ഷെ വണ്ടി എടുക്കാൻ മറന്നുപോയി. ഇത് കേട്ട് നീതുവിന്റെ അച്ഛൻ പറയുകയാണ്, ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? എത്ര തവണ പറഞ്ഞാലും നീ ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കും അല്ലേ? എപ്പോ നോക്കിയാലും നീ ഇവിടെയാ, ഇപ്പം വണ്ടി കൊണ്ടുവരാതെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നതാണെന്ന് നാട്ടുകാർ നിങ്ങളെ പറ്റി എന്തൊക്കെയാ പറയുന്നറിയോ? അപ്പൊ നീതു ചോദിക്കുന്നു, അവർക്കൊന്നും വേറെ ജോലിയില്ലേ, ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ച് പല്ല് താഴെയിടും ഞാൻ, വാടി കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് നീതു പറയുമ്പോ ഹരീഷ് ടെൻഷനോടുകൂടി അവരെ നോക്കുകയാണ്. നീതുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നു, വരാനല്ലേ പറഞ്ഞ്, വാടി വീട്ടിൽ പോകാം. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ആളുകൾ അവരെ ശ്രദ്ധിക്കും
ചോദിക്കുകയാണ്. കൈ തട്ടിമാറ്റി നീതു പറയുന്നു, വിടച്ച പിടിച്ചു വലിച്ച എന്നെ കൊണ്ടുപോകാന്നാണോ വിചാരം? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനിപ്പോ വരുന്നില്ല. എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് അച്ഛനും അറിയാലോ. എന്നിട്ട് അവനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നീതുവിന്റെ അച്ഛൻ പറയുകയാണ്, ഞാൻ മര്യാദയ്ക്ക് പറയുവാ, വണ്ടി കയറ്, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പൊ നീതു പറയണ, അച്ഛനിപ്പോ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ വരുന്നില്ലേന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നീതു പറയുന്നു, ഞാൻ വരില്ലെന്നല്ലല്ലോ പറഞ്ഞത്, കുറച്ചുനേരം സംസാരിച്ചിട്ട് വരാന്നല്ലേ പറഞ്ഞുള്ളൂ. അച്ഛൻ ഇങ്ങനെ ഇവിടെ നിന്നാ ഞാൻ ഇവിടെ നിൽക്കുന്ന നേരവും കൂടും. ഇപ്പൊ അച്ഛൻ പോകുന്നതാ നല്ലത്. ഇത് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നോക്കുകയാണ് നീതുവിന്റെ അച്ഛൻ. ഹരീഷിന്റെ നേരെ വിരൽ ചൂണ്ടി അച്ഛൻ പറയുന്നു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, അടിച്ച് പല്ല് താഴെയിടും ഞാൻ. ഇത് കേട്ട് പുച്ഛത്തോടു കൂടി നീതു പറയാണ്, ആ പല്ല് താഴെയിടും. അതുവരെ ഹരീഷ് കണ്ടോണ്ടിരിക്കുവോ? ഒന്ന് പോ അച്ഛാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് നീതുവിന്റെ അച്ഛൻ. നീതു അവിടേക്ക് ഇരിക്കുന്നു. ആളുകൾ എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ഹരീഷ് ചോദിക്കുന്നു, നീതു നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം? നിനക്ക് പേടിയില്ലേ? അപ്പൊ നീതു പറയണ, എല്ലാം നീ കൂടെ ഉള്ളതിന്റെ ധൈര്യമാ. അപ്പൊ ഹരീഷ് പറയുന്നു, എന്താണെങ്കിലും അത് നിന്റെ അച്ഛനല്ലേ, കുറച്ചൊക്കെ ബഹുമാനം കൊടുക്കാലോ. അപ്പൊ നീതു പറയണ, ബഹുമാനം കൊടുത്താൽ ഞാൻ അച്ഛന്റെ കൂടെ പോകേണ്ടി വരും. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അത് ഞാൻ നോക്കിക്കോളാം, നമുക്ക് സംസാരിക്കാം. അങ്ങനെ നീതു സന്തോഷത്തോടു കൂടി ഹരീഷിനോട് സംസാരിക്കുകയാണ്. തുടർന്ന് സുധീഷ് ഓർക്കുകയാണ്, നിധി താൻ കസിനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഇനി നിധി സുഭാഷ് ചേട്ടനെ സ്വന്തം ചേട്ടനായിട്ട് കാണണ്ട. അതെന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അത് കാരണമാണ് എന്നെയും ചേട്ടനായിട്ട് കാണുന്നത്, അവൾ എന്നെ ഭർത്താവായിട്ട് കാണില്ല. സുഭാഷ് ചോദിക്കുന്നു, നിനക്ക് എന്താടാ, അവൾ എന്നെ ചേട്ടനെ പോലെ കണ്ടാൽ നീയും അവളുടെ സഹോദരനാകണമെന്ന് അർത്ഥമില്ല, ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് എന്നെ കണ്ടതല്ലേ, ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞത്, അമ്മാവന്റെ മകനാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇത് കേട്ട് നികേഷ് പറയുന്നു, അമ്മാവന്റെ മകനെയും കസിൻ എന്താ പറയുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അവൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, അവർ എന്നെ പറ്റി എന്തായിരിക്കും വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, അവരെന്ത് വിചാരിച്ച നമുക്ക് എന്താടാ, നമുക്കറിയാലോ നീ നിധിയുടെ ആരാണെന്ന്. അപ്പൊ സുധീഷ് പറയുകയാണ്, അവൾ ഇത് എല്ലാവരോടും പറയാൻ തുടങ്ങിയ എന്റെ അവസ്ഥ എന്താകും? സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, നിധി എന്നെ ഇനിയും കസിൻ ബ്രദർ ആണെന്ന് പറയരുത്. അതിന് സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യാനാണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചെന്ന് പറയണോടാ, നിധിയുടെ അടിക്ക് ചെന്ന് സുഭാഷ് ഏട്ടൻ തന്നെ പറ, എന്നെ ഇനിയും ചേട്ടനായിട്ട് കാണരുതെന്ന്, ഞാൻ സുധീഷിന്റെ ചേട്ടനാണെന്ന് പറ. ഞാൻ എങ്ങനെ അതൊക്കെ നിധിയോട് പറയുക എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞേ പറ്റൂ, സുഭാഷ് ഏട്ടൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേട്ടനായിട്ട് കാണില്ല. സുധീഷ് ഏട്ടാ, ഇതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ്, എന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നൊരുത്തം വന്നില്ലേ സിദ്ധാർത്ഥ്, അവൻ നിധിയോട് സംസാരിക്കുന്ന രീതിയെ ശരിയല്ല, അവൻ അവളെ വളച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് കേട്ട് സുഭാഷ് പറയണ്, വെറുതെ ഇരിക്കടാ, ഇങ്ങനെ നിധിയോട് ആരോ മോശമായി സംസാരിച്ചെന്ന് പറഞ്ഞ് ഓഫീസിൽ പോയി വഴക്കുണ്ടാക്കിയത്. ഇത് കേട്ട് സുധീഷ് പറയണ്, സുഭാഷ് ഏട്ടാ, അത് വേറെ ഇത് വേറെ, അത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട് തെറ്റിദ്ധരിച്ചതാണ്, പക്ഷെ ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എല്ലാവരും സുഭാഷ് ഏട്ടനെ പോലെ ആയിരിക്കില്ല. സുഭാഷ് ഏട്ടൻ നിധി വരുമ്പോൾ ഇനി എന്നെ സഹോദരനായിട്ട് കാണരുതെന്ന് പറയണം. സുഭാഷ് ചോദിക്കുന്നു, ഏട്ടാ ഞാൻ എങ്ങനെയാടാ അവളുടെ മുഖത്ത് നോക്കി അത് പറയുക? അപ്പൊ സുധീഷ് പറയുന്നു, എങ്കിൽ പിന്നെ തിരിഞ്ഞു എന്ന് പറ, സുഭാഷ് ഏട്ടൻ പറയുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ പറയും. ഇത് കേട്ട് സുഭാഷ് പറയണ, വേണ്ട വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, എങ്ങനെ പറയുമെന്നറിയില്ല. സുധീഷ് പറയുന്നു, എങ്ങനെയെങ്കിലും പറ, അവൾ ഇനി സുഭാഷ് ഏട്ടനെ സഹോദരനായിട്ട് കാണാൻ പാടില്ല, അത് സുഭാഷ് ഏട്ടന്റെ ഉത്തരവാദിത്വം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇത്? അപ്പൊ നികേഷ് പറയണ, കസിൻ ബ്രദർ ആണെന്ന് ഏട്ടത്തി പറഞ്ഞത് സുധീഷ് എന്നെ ഫീലായി. സുഭാഷ് പറയുന്നു, ഞാൻ എങ്ങനെയാടാ നിധിയോട് അതൊക്കെ പറയുക? അപ്പൊ നികേഷ് പറയണ, പറഞ്ഞു നോക്ക്, സുധീഷ് ഏട്ടൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിയാലോ. തുടർന്ന് നിധി ഓഫീസിൽ നിന്ന് വരുമ്പോൾ സുധീഷ് ഹോളിൽ ഇരിക്കുകയാണ്. നിധി ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷും നികേഷും അവിടേക്ക് വരുന്നു. ബസ്സിൽ ഭയങ്കര തെള്ളായിരുന്നു, ടയർഡായി പോയി എന്നൊക്കെ നിധി പറയുമ്പോൾ സുധീഷ് പതിയെ പറയുകയാണ്, സുഭാഷ് ഏട്ടാ പറ, കുടിക്കാൻ വെള്ളം എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ്, വേണ്ട സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ തന്നുവിട്ട വെള്ളം തന്നെ അധികം, വെള്ളം കുടിക്കാത്തതിന്റെ പേരിൽ സുഭാഷ് നിധിയെ വഴക്ക് പറയുകയാണ്. ഈ സമയം ഹരീഷ് അവിടേക്ക് വരുന്നു. നിധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയും സുഭാഷ് ഏട്ടാ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നിധി കുറച്ചങ്ങോട്ടേക്ക് മാറി എന്ന് സംസാരിക്കുകയുമാണ്. തുടർന്ന് അവിടേക്ക് വന്ന് നിധി സുഭാഷുമായി സംസാരിക്കുമ്പോൾ പറയാന്ന് പറഞ്ഞ് സുധീഷ് നിർബന്ധിക്കുകയാണ്. ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, മോളെ നിധി, നീ ഇനി എന്നെ സഹോദരനായിട്ട് കാണരുത്. ഇത് കേട്ട് നിധി പൊട്ടിക്കരയുകയാണ്. എല്ലാവരും ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ്. മോളെ കരയല്ലേ, എന്തിനാ മോളിങ്ങനെ കരയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് എന്നെ കൂടെ പേർക്കാത്ത സഹോദരിയായിട്ടല്ലേ കാണുന്നത്, എന്റെ വീട്ടിലുള്ളവരെ എല്ലാം മറന്നിട്ട് ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നതിന് കാരണം സുഭാഷ് ഏട്ടനാ. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ സുഭാഷ് ഏട്ടനാ എന്റെ അച്ഛനും അമ്മയും ചേട്ടനുമല്ല. സുഭാഷ് ഏട്ടൻ എങ്ങനെ തോന്നി ഞാൻ സുഭാഷ് ഏട്ടനെ സഹോദരനായിട്ട് കാണരുതെന്ന് പറയാം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടൻ അത് പറ, ഞാനത് മാറ്റാം. സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിധി കരയുമ്പോൾ സുഭാഷ് പറയണം, മോളെ കരയല്ലേ, ഏട്ടത്തി കരയല്ലേ എന്ന് പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് പറയുന്നു, മോള് കരഞ്ഞാ ഞാനും കരയും, മോൾ എന്റെ സഹോദരിയാ, ഞാൻ മോടെ ചേട്ടൻ. ഹരീഷും നികേഷും മോളുടെ അനിയന്മാര്. സുധീഷ് പോലും ദേഷ്യത്തോടു കൂടി സുധീഷ് പതിയെ പറയുന്നു, സുഭാഷ് ഏട്ടാ കൊന്നുകളയും ഞാൻ. അപ്പൊ സുഭാഷ് പറയണ, സുധീഷിന്റെ കാര്യം വിട്ടേര്, മോള് കരയണ്ട, മോക്ക് ഞങ്ങളുണ്ട്, ആരും ഇല്ലെന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ നിധിയെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് സുഭാഷ്. തുടർന്ന് വൈകുന്നേരം ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി വീടിനെ കുറിച്ചൊക്കെ ഭാസ്കരനോട് ചോദിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ആ വീടിന്റെ പഴക്കത്തെ കുറിച്ചും ഡിസൈനെ കുറിച്ചും ഒക്കെ പറയുകയാണ് ഭാസ്കരൻ. ഈ
ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്